രാമൻ ധർമ്മത്തിന്റെ പ്രതീകമാണ്. ഇത്ര ആളുകളെ കൊന്ന ആളെയാണോ നിങ്ങൾ ധർമ്മത്തിന്റെ പ്രതീകം എന്ന് പറയുന്നത്? പണ്ടൊരു നേതാവ് പറഞ്ഞു, നിങ്ങൾ കുട്ടികളെ ഭഗവത്ഗീത പഠിപ്പിക്കരുത്. എന്തേ? അർജുനൻ പറഞ്ഞു കൊല്ലില്ല എന്ന്, പിന്നെ കൃഷ്ണൻ എന്ന് പറഞ്ഞു കൊല്ലടാ എന്ന്. കൊല്ലില്ല എന്ന് പറഞ്ഞാലോട് കൊല്ലടാ എന്ന് പറഞ്ഞത് കുട്ടികൾ പഠിച്ചാൽ കുട്ടികൾ ഭീകരന്മാരായി പോവില്ലേ? കേട്ടപ്പോ ഹിന്ദുക്കൾ പറഞ്ഞു ശരിയാണല്ലോ. 42 ലക്ഷത്തോളം ആളുകളുടെ മരണത്തിന് കാരണമാണ് കുരുക്ഷേത്ര യുദ്ധം. ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ഞാൻ യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധീവം താഴെ വെച്ച് തേരിന്റെ തട്ടിൽ ഞാൻ സന്യസിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ അർജുനനോട് പറഞ്ഞു, നിന്റെ കർമ്മം യുദ്ധമാണ്, നീ അത് ചെയ്യൂ എന്ന് പറഞ്ഞ ഉപദേശമാണ് ഭഗവത്ഗീത. നിങ്ങൾക്ക് അയോധ്യയിലെ രാമക്ഷേത്രം 1 കിലോമീറ്റർ ഇപ്പുറത്ത് സ്ഥാപിച്ചാൽ എന്തെങ്കിലും കുഴപ്പം? രാമൻ സർവ്വവ്യാപിയല്ലേ? അതെ, ഞങ്ങളൊരു അമ്പലം ഉണ്ടാക്കുന്നത് ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അമ്പലങ്ങളൊന്നും രാമനും കൃഷ്ണനും വേണ്ടിയിട്ടല്ല, ഭക്തന് വേണ്ടിയിട്ട്. ഭക്തനാണ് ദേവാലയങ്ങളെ പണിയുന്നത്. വളരെ സന്തോഷത്തിന്റെ ഒരു ശുഭമുഹൂർത്തത്തിൽ നാം അവശ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്ന വിഷയത്തെ അധികരിച്ച് അല്പസമയം എന്നോട് സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും വളരെ സന്തോഷം തോന്നുന്ന ഒരു വർഷമാണ് നമുക്ക് 2024. 1528 തകർക്കപ്പെട്ട അയോധ്യയിലെ രാമക്ഷേത്രം 496 വർഷത്തെ നിരന്തരമായ പോരാട്ടത്തിനൊടുവിൽ 77 യുദ്ധത്തിൽ 3 ലക്ഷത്തിൽ പരം ഹിന്ദുക്കൾ ജീവൻ ബലിദാനം നൽകി തിരിച്ചു പിടിച്ചു. അത് പ്രാണപ്രതിഷ്ഠയെ ചെയ്തു. ഇത്രയും കാലം ഒരു ഷെഡിനുള്ളിലായിരുന്ന ശ്രീരാമചന്ദ്ര മഹാദേവനെ പ്രൗഢിക്കൊത്ത മഹാക്ഷേത്രത്തിന്റെ ഉള്ളിലെ ശ്രീകോവിൽ വെച്ച് കാണുവാൻ അവസരം ലഭിച്ച ധന്യാത്മാക്കളായി ജീവിക്കുന്ന ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഹിന്ദു എന്ന വാക്കുച്ചരിക്കുമ്പോൾ തന്നെ അഭിമാനം കൊണ്ട് മനസ്സുയരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഒരു 50 വർഷം മുമ്പ് വരെ ഹിന്ദുവായി ജനിച്ചതിൽ അഭിമാനിക്കാത്ത, ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ ചന്ദനക്കുറി മായ്ച്ചു കളഞ്ഞ ഹിന്ദുവിൽ നിന്ന് ഇന്ന് ഞാനൊരു ഹിന്ദുവാണെന്ന് അഭിമാനത്തോടു കൂടി പറയുവാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ ധർമ്മം, നമ്മുടെ തത്വശാസ്ത്രം, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങളെല്ലാം തന്നെ വൈവിധ്യമാണ് എങ്കിൽ അതിൽ ഏകതയുമുണ്ട്. ലോകത്തിൽ ഏതെല്ലാം മതങ്ങളുണ്ട്, ആ മതങ്ങളെല്ലാം നമുക്ക് ഈ ഭാരതത്തിൽ കാണുവാൻ കഴിയും. മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി ഭാരതത്തിലേക്ക് വന്നപ്പോൾ ഹിന്ദുക്കൾ അവരെ സ്വീകരിച്ചു, അവർക്ക് പള്ളി പണിതു കൊടുത്തു. സെന്റ് തോമസും കൂട്ടരും ക്രിസ്തുമതമായി വന്നപ്പോൾ ഹിന്ദുക്കൾ അവരെ സ്വീകരിച്ചു, നമ്മൾ അവർക്ക് ചർച്ച് പണിതു കൊടുത്തു. ലോകം മുഴുവൻ ജൂതന്മാരെ വേട്ടയാടിക്കൊന്ന സമയത്ത് വിവേകാനന്ദ സ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ പുത്രിയാൽ നിഷ്കാഷിതയായ മാതാവായിരുന്നു ജൂതന്മാർ. ഇസ്രായേലിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട ജൂതന്മാരെ ലോകം മുഴുവൻ വേട്ടയാടിക്കൊന്നു. എന്നാൽ ഭാരതം അവരെ സ്വീകരിച്ചു. മുംബൈയിലും കൊൽക്കത്തയിലും കൊച്ചിയിലും നമ്മൾ അവർക്ക് മാതൃകാ കോളനികൾ പണിതു കൊടുത്തു. നമ്മുടെ പ്രധാനമന്ത്രിക്ക് പരമോന്നത ബഹുമതി നൽകിക്കൊണ്ട് ഇസ്രായേൽ പറഞ്ഞു, അങ്ങ് കിഴക്കൊരു നാടുണ്ട്, സമസ്ത ലോകത്തിനും വെളിച്ചം വിതറിയ ഭാരതം എന്ന നാട്. നമ്മുടെ പൂർവികന്മാരുടെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി ചോര പൊടിയാതെ നമ്മുടെ പൂർവികരെ സംരക്ഷിച്ച നാട്. ആ നാടിന്റെ പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് വരുന്നു. അതുകൊണ്ട് 2 ദിവസം ഇവിടെ അവധിയാണ്. ആ രാഷ്ട്രം അവരുടെ പരമോന്നത ബഹുമതി നൽകി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ആദരിച്ചു. ആ ജൂതന് കടപ്പാടുള്ള ഇസ്ലാമിനെയും ക്രിസ്ത്യാനിയെയും സ്വീകരിച്ച, മതമല്ല പ്രശ്നം, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പ്രഖ്യാപിച്ച മാർക്സിന്റെ കമ്മ്യൂണിസത്തെ ഇരുവൈകൾ നീട്ടി സ്വീകരിച്ച് ജനാധിപത്യ രീതിയിൽ 57-ൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ സൃഷ്ടിച്ചു കൊടുത്തത് നമ്മളായിരുന്നു. എന്തുകൊണ്ട്? സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ പറയാറുണ്ട്, ഈ വൈവിധ്യമെല്ലാം ഇവിടെ നിലനിൽക്കുന്നത് 950-ൽ നമുക്കൊരു ഭരണഘടന ഉണ്ടായത് കൊണ്ടാണ് എന്ന്. തെറ്റ്. ഭരണഘടന ഉണ്ടാകുന്നതിന്റെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിലേക്ക് വന്ന മതങ്ങളെ, ഈസങ്ങളെ സ്വന്തം ഹൃദയത്തിലേക്ക് ആവാഹിച്ചവരാണ് നമ്മൾ ഹിന്ദുക്കൾ. ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് അംബേദ്കർ പറഞ്ഞിട്ടില്ല. 950 ജനുവരി 26 ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടായപ്പോൾ ആ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്കുണ്ടായിരുന്നില്ല. ഇന്ത്യ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നാണ് പറഞ്ഞത്. 75-ൽ ഇന്ദിരാജിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം അഥവാ സെക്യുലറിസം എന്ന വാക്ക് കൂട്ടിച്ചേർത്തത്. എന്തുകൊണ്ടാണ് ഭരണഘടന എഴുതിയ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം ഉണ്ടാകണമെന്ന് ഹിന്ദുക്കളോട് പറയാതിരുന്നത്? അത് തവളയോട് ചാട്ടം അറിയാമോ എന്ന് ചോദിക്കുന്നത് പോലെ അപഹാസ്യവും പരിഹാസ്യവുമാണെന്ന്
ഭരണഘടനാ ശില്പിക്കറിയാം. കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മതങ്ങളും ഇസങ്ങളും എല്ലാം ഇവിടേക്ക് വന്നപ്പോൾ അവരെ സ്വീകരിച്ച ഹിന്ദുവിന്റെ ഒരു ഭരണഘടന ഒരു ശ്ലോകത്തിലാണ്: ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. വെണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ, സർവദേവ നമസ്കാരം, നിങ്ങൾ 33 കോടി ദൈവങ്ങളെ ആരാധിച്ചോളൂ, ഒടുവിൽ കേശവം പ്രതി ഗച്ഛതി, ഏകമാകുന്ന ഈശ്വരനിൽ വന്നു ചേരും. അതുകൊണ്ട് ഹിന്ദുക്കളായ നമുക്ക് ദൈവം ഒന്നും രണ്ടുമല്ല, 33 കോടി ദൈവങ്ങളാ. കാളിയും ഭദ്രകാളിയും കുട്ടിച്ചാത്തനും കരിങ്കുട്ടിച്ചാത്തനും എല്ലാം അടങ്ങുന്ന 33 കോടി ദൈവങ്ങൾ ഏകമാകുന്ന ഈശ്വരനിലേക്കുള്ള വഴികളാണെന്ന് വിശ്വസിക്കുന്ന ഹിന്ദുക്കൾ എല്ലാ മതങ്ങളെയും സ്വീകരിച്ചു. ആ 33 കോടി ദൈവങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരു യഹോവയെ, ഒരു അള്ളാഹുവിനെ വെക്കുവാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പര എന്ന് പറയുന്ന ആ ഗുരുക്കന്മാരുടെ കൂട്ടത്തിലേക്ക് ഒരു മുഹമ്മദ് നബിയെ, ഒരു യേശുദേവനെ വെക്കുവാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. 4 വേദങ്ങളും 5 ഉപവേദങ്ങളും 6 വേദാംഗങ്ങളും 18 പുരാണങ്ങളും 108 ഉപനിഷത്തുകളും 2 ഇതിഹാസങ്ങളും 64 കലകളും അർത്ഥശാസ്ത്രവും കാമശാസ്ത്രവുമാൽ സമ്പുഷ്ടമാക്കപ്പെട്ട ഹൈന്ദവ ദാർശനിക ഗ്രന്ഥശേഖരത്തിനിടയിലേക്ക് ഒരു ഖുറാനും ബൈബിളും 10 കൽപ്പനയും വെക്കുവാൻ ഹിന്ദുവിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇതാണ് നമ്മുടെ വിശാലമായ കാഴ്ചപ്പാട്. എന്നാൽ ഈ വിശാലമായ കാഴ്ചപ്പാട് സദ്ഗുണ വൈകൃതമായിട്ട് അധപ്പതിച്ചു എന്ന് വി.ഡി. സവർക്കർ പറഞ്ഞു. എന്തു സംഭവിച്ചു? മറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം, മറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം, മുറിഞ്ഞറ്റു വീണു മനോരമ്യലങ്ക, മഹാദേവി നിൻ കാലിലെ പൊൻചിലങ്ക. ഗാന്ധാരദേശം ഇന്നത്തെ ഒസാമ ബിൻ ലാദന്റെ അഫ്ഗാനിസ്ഥാൻ, പാഞ്ചാലദേശം ഇന്നത്തെ പാകിസ്ഥാൻ, ഭീകര ഉൽപാദന ഫാക്ടറിയാണത്. ബംഗാളദേശം ഇന്നത്തെ ബംഗ്ലാദേശ്, ബ്രഹ്മപ്രദേശം ഇന്നത്തെ മ്യാൻമാർ. കുബേരന്റെ സാമ്രാജ്യം, അവിടുന്ന് കുബേരനെ ആട്ടി ഓടിച്ചിട്ടാണ് രാവണൻ പിടിച്ചുകൊണ്ടുപോയത്. അന്ന് സ്വന്തമായിട്ട് വിമാനമുള്ള ആളായിരുന്നു കുബേരൻ, പുഷ്പക വിമാനം. ആ കുബേരന്റെ സാമ്രാജ്യം സ്വർണ്ണമയൂര ലങ്കയിൽ നിന്ന്, അദ്ദേഹത്തെ ആട്ടി ഓടിച്ച സ്വർണം കൊണ്ട് നിർമ്മിച്ച ലങ്കയിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുമ്പോൾ 64 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചിരുന്ന എൻ്റെ ഭാരതത്തിന്റെ ഇന്നത്തെ വലിപ്പം 36 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററായി ഒതുങ്ങിപ്പോയെങ്കിൽ നാം ഹിന്ദുക്കൾ അവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? 33 കോടി ദൈവങ്ങളുടെ കൈകളിലേക്ക് നോക്കൂ. ഒരു കൈയിൽ താമരയുണ്ടെങ്കിൽ, ശംഖുണ്ടെങ്കിൽ, മറുകൈയിൽ ഗദയുണ്ട്, കുന്തമുണ്ട്, ചക്രമുണ്ട്, വാളുണ്ട്. ഭഗവാൻ വിഷ്ണു, വിഷ്ണു എന്നാൽ സർവവ്യാപി. ഭഗവാന് 4 കൈകൾ. ആദ്യത്തെ കൈയിലുള്ളത് ശംഖ്. ശംഖ് എന്ന് പറഞ്ഞാൽ ഒരു ജലജീവിയാണ്. ആ ശംഖിനെ നിർമ്മിക്കുന്നത് ആ ജലജീവിയുടെ മാംസത്തെ എടുത്തു കളഞ്ഞാൽ ശരീരബോധം ഉപേക്ഷിക്കപ്പെട്ട ശംഖ് ഊതിയപ്പോൾ പ്രണവാകാരം ഓങ്കാരം പുറത്തേക്ക് വന്നു. ശംഖിൽ നിന്നും ഓങ്കാരം പുറത്തേക്ക് വരുന്നു. ഭഗവാന്റെ രണ്ടാമത്തെ കയ്യിൽ ചക്രമാണ്. ചക്രം ചലനമാണ്. ചലനം ചലനം രാപ്പകൽ ചലനം. ചലനമെന്നതേ ജീവിതധർമ്മം. നിരന്തരം ചരിക്കുന്നു. ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും സൗരയൂഥവുമെല്ലാം നിരന്തരം ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശ്രമാവസ്ഥ, സൺഡേ ഹോളിഡേ എന്ന കാഴ്ചപ്പാട് പ്രകൃതിയിലും ദൈവത്തിനും ഈശ്വരനും ഇല്ല എന്ന് നാം അറിയണം. ചലനം, നിരന്തരമായ ചലനം. മൂന്നാമത്തെ കയ്യിലുള്ളത് ഗദയാണ്. ഗദ എന്നാൽ തച്ചുടക്കുക. സകല പ്രതിസന്ധികളെയും വിഘ്നങ്ങളെയും തച്ചുടക്കുന്ന ഗദയായിട്ട് മനസ്സും ശരീരത്തെ പാകപ്പെടുത്തുവാനുള്ളതാണ് ഭഗവാന്റെ മൂന്നാമത്തെ തൃക്കൈയിലെ ഗദ. നാലാമത്തതിൽ താമര. താമര വളരുന്നത് ചെളിയിലാണ്. പക്ഷേ താമരയെ ചെളി ബാധിക്കുന്നില്ല. മാലിന്യങ്ങൾ നിറഞ്ഞ ചെളിയിൽ പുതച്ച് വളർന്ന് വലുതാകുമ്പോഴും പൂജാപുഷ്പങ്ങളിൽ ഒന്നാമതായിട്ട് താമര മാറുന്നത്, താമര വളരുന്നത് ചെളിയിലാണെങ്കിലും ചെളിയുടെ യാതൊരു ഗുണങ്ങളും താമരയ്ക്ക് ബാധകമല്ല. നാം ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, ബീവറേജിന്റെ കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ എത്രയെത്ര വന്നുകൊള്ളട്ടെ കേരളത്തിൽ, അതൊന്നും നമ്മെ ബാധിക്കാതിരിക്കുവാൻ താമരയെ ഉപമിക്കുന്നു എങ്കിൽ ആയുധം ധരിക്കാത്ത ഒരു ദേവീദേവനെയും കാണുവാൻ നമുക്ക് കഴിയില്ല.
പിന്നെ എങ്ങനെയാണ് നമുക്ക് അഫ്ഗാനിസ്ഥാനവും പാഞ്ചാലം എന്ന പാകിസ്ഥാനവും ബംഗാളം എന്ന ബംഗ്ലാദേശും ഉണ്ടായത്? വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ബുദ്ധൻ ഒരാട്ടിൻകുട്ടിയെ രക്ഷിച്ചു. പക്ഷേ ബുദ്ധിസ്റ്റുകൾ 1000 വർഷക്കാലത്ത് അടിമത്വം ഭാരതത്തിന് സമ്മാനിച്ചു എന്ന്. കപിലവസ്തുവിലെ സിദ്ധാർത്ഥ രാജകുമാരൻ ശ്രീബുദ്ധനായി മാറിയപ്പോൾ രാജാക്കന്മാരുടെ മതമായിട്ട് ബുദ്ധമതം മാറി. കലിംഗ യുദ്ധത്തിനു ശേഷം അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിച്ചപ്പോൾ സാമന്ത രാജാക്കന്മാരും ബുദ്ധമതം സ്വീകരിച്ചു. ഈ രാജാക്കന്മാർ ചെയ്ത ഒരു അബദ്ധം, അവർ രാജാധികാരം ഉപേക്ഷിക്കാതെ സൈന്യത്തെ പിരിച്ചുവിട്ടു. ആയുധങ്ങളെല്ലാം അവർ കുഴിച്ചിട്ടു. ഇവിടെ ഹിംസ അരുത് എന്ന് പറഞ്ഞു. ചരിത്രത്തിലൊരു സംഭവം പറയുന്നു, ഒരിക്കൽ ഒരു സ്ത്രീ അവരുടെ തലയിൽ നിന്നും ഒരു പേനിനെ എടുത്തിട്ട് നഖത്തിന്റെ മുകളിലിട്ട് പൊട്ടിച്ചു. ഇത് ചാരൻ കണ്ടു, രാജാവിനെ അറിയിച്ചു. അവിടെ സ്വത്തുകൾ മുഴുവൻ ജപ്തി ചെയ്തിട്ട് പേനിന് വേണ്ടി അമ്പലമുണ്ടാക്കി. അഹിംസ അതിൻ്റെ ഏറ്റവും താണതലത്തിലൂടെ സഞ്ചരിച്ച 4 തലമുറ, 5 തലമുറ, 10 തലമുറ കഴിഞ്ഞപ്പോൾ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട അവിടേക്ക് ഗസ്നി, ഗോറി, ഖിൽജി, തുഗ്ലക്ക്, ബാബർ, ഹുമയൂൺ, ഷാജഹാൻ, ബഹദൂർ ഷാ രണ്ടാമൻ വരെയുള്ള 700 വർഷക്കാലവും അതിനു മുമ്പും പടയോട്ടങ്ങൾ വന്നു. അങ്ങനെ അഫ്ഗാനിസ്ഥാൻ മുതൽ മ്യാൻമാർ വരെയുള്ള 2000 കിലോമീറ്ററിലധികം വരുന്ന ഭൂമി ഇസ്ലാമിക രാജ്യമായി തീർന്നു. എന്നാൽ രാജസ്ഥാന്റെ, ഗുജറാത്തിന്റെ ഇപ്പുറത്തേക്ക് ഹിന്ദുത്വത്തിന് അന്നും ഇന്നും ശക്തി ഉണ്ടായിരുന്നു. അവർ ഒരുപോലെ സത്യത്തെയും ശക്തിയെയും ആരാധിച്ചു. നോക്കൂ, നമ്മൾ രാമനെ ആരാധിക്കുന്നു. 72 മിനിറ്റ് കൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഘർണടക്കമുള്ള 14,000 രാക്ഷസന്മാരെ കൊന്നു തള്ളിയിട്ടുണ്ട്. ആ ഭഗവാൻ പാലം കെട്ടി ലങ്കയിലേക്ക് ചെന്നിട്ട് ലക്ഷോപലക്ഷം അസുരന്മാരെ നിഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ആ രാമനെ നമ്മൾ എന്ത് വിളിക്കും? രാമോ വിഗ്രഹവാൻ ധർമ്മ. രാമൻ ധർമ്മത്തിന്റെ പ്രതീകമാണ്. ഇത്ര ആളുകളെ കൊന്ന ആളെയാണോ നിങ്ങൾ ധർമ്മത്തിന്റെ പ്രതീകം എന്ന് പറയുന്നത്? പണ്ടൊരു നേതാവ് പറഞ്ഞു, നിങ്ങൾ കുട്ടികളെ ഭഗവത്ഗീത പഠിപ്പിക്കരുത്. എന്തേ? അർജുനൻ പറഞ്ഞു കൊല്ലില്ല എന്ന്. പിന്നെ കൃഷ്ണൻ എന്ന് പറഞ്ഞു കൊല്ലടാ എന്ന്. കൊല്ലില്ല എന്ന് പറഞ്ഞാലോട് കൊല്ലടാ എന്ന് പറഞ്ഞത് കുട്ടികൾ പഠിച്ചാൽ കുട്ടികൾ ഭീകരന്മാരായി പോവില്ലേ? കേട്ടപ്പോൾ ഹിന്ദുക്കൾ പറഞ്ഞു ശരിയാണല്ലോ. 42 ലക്ഷത്തോളം ആളുകളുടെ മരണത്തിന് കാരണമാണ് കുരുക്ഷേത്ര യുദ്ധം. ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ഞാൻ യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധീവം താഴെ വെച്ച് തേരിന്റെ തട്ടിൽ ഞാൻ സന്യസിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ അർജുനനോട് പറഞ്ഞു, നിന്റെ കർമ്മം യുദ്ധമാണ്, നീ അത് ചെയ്യൂ എന്ന് പറഞ്ഞ ഉപദേശമാണ് ഭഗവത്ഗീത. ഈ ഉപദേശം സ്വീകരിച്ചു ഗാന്ധീവം കയ്യിലെടുത്ത ഈ അർജുൻ എന്താ ചെയ്തത്? പിതാമഹന്റെ ശരീരത്തിലൂടെ 1500 അമ്പ് കടത്തിവിട്ടു. ശരശയ്യയിൽ ഭീഷ്മരെ കിടത്തിയത് ശിഖണ്ഡിയെ മുൻനിർത്തിയിട്ട് അർജുനനാണ്. സ്വന്തം പിതാമഹന്റെ ശരീരത്തിൽ കൂടി 1500-ൽ പരം അമ്പുകളെ എയ്യുവാൻ അർജുനനെ പ്രാപ്തമാക്കിയത് ശ്രീകൃഷ്ണന്റെ ഉപദേശമായിരുന്നുവെങ്കിൽ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകിയ ഭഗവത്ഗീതയ്ക്ക് ഹിംസയുടെ പ്രത്യയശാസ്ത്രമാണത്. അത് ഹിന്ദു കുട്ടികൾ പഠിക്കരുത്. ശരിയാണോ തെറ്റാണോ? ഹിന്ദുക്കൾ ആശയക്കുഴപ്പത്തിലായി. നോക്കൂ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ, ഉണ്ടായി, 4 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ കമാൻഡർ ഇൻ ചീഫ് യുദ്ധഭൂമിയിൽ വെച്ച് പറയുന്നു, പാകിസ്ഥാൻ പാവമാണ്, അവരോട് യുദ്ധത്തിന് പാടില്ല, അവർ 75 വർഷം മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു, പിന്നെ അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണല്ലോ അവർ ഞങ്ങളോട് യുദ്ധത്തിന് വന്നത്, ഞങ്ങൾ ബുദ്ധിജീവികളായതുകൊണ്ട്, ഇന്ത്യക്കാരായതുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞാൽ ആ കമാൻഡർ ഇൻ ചീഫിനെ നമ്മൾ അംഗീകരിക്കുമോ? ഇല്ല. യുദ്ധത്തിൽ എക്കാലത്തും ഒരു നിയമമുണ്ട്. യുദ്ധം ഒഴിവാക്കാൻ എന്തും ചെയ്യാം. യുദ്ധം വന്നാൽ ഒന്നുകിൽ കൊല്ലണം, അല്ലെങ്കിൽ കൊല്ലപ്പെടണം. ചാവുന്നതിന് മുമ്പ് പരമാവധി ശത്രു സൈന്യത്തെ കൊല്ലലാണ് ഓരോ ധീരനായ ആർമി ഓഫീസറും പട്ടാളക്കാരനും ചെയ്യുന്നത്. അതെല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധമില്ലാത്ത ലോകത്തെ ഒരിക്കലും ചിന്തിക്കുവാനോ സൃഷ്ടിക്കുവാനോ സാധ്യമല്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കെ പ്രബലമായ 2 യുദ്ധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. 1.5 വർഷം മുമ്പ് തുടങ്ങിയ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. 4 മാസം മുമ്പ് തുടങ്ങിയ ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റ് ചെറിയ ചെറിയ യുദ്ധങ്ങൾ അമേരിക്കയും സിറിയയും തമ്മിൽ യുദ്ധം നിലവിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം രാമനുണ്ടെങ്കിൽ രാവണനുണ്ടാകും, കൃഷ്ണനുണ്ടെങ്കിൽ അമ്മാവൻ കംസനും ഉണ്ടാകും. എല്ലാ കാലഘട്ടത്തിലും എല്ലാ ഭൂപ്രദേശത്തും ഇത്തരം ജന്മങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ യുദ്ധത്തെ ഒഴിവാക്കാൻ സാധ്യമല്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ
ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് സമസ്ത വഴികളും അടഞ്ഞപ്പോഴാണ് ഭഗവാൻ ഗാണ്ഡീവം എടുക്കുവാൻ പറഞ്ഞത് അർജുനനോട്. അവിടെയാണ് യുദ്ധത്തെ ഒഴിവാക്കാൻ സാധ്യമല്ല, യുദ്ധം പാപമല്ല. നിങ്ങളുടെ ഈ ചെറുകോൽ പുഴയിലെ ധീരനായ ഒരു ആർമി ഓഫീസർ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധത്തിൽ 100 ചൈനീസ് പട്ടാളക്കാരെ വെടിവെച്ച് കൊന്നാൽ നമ്മളിവിടെ സ്വീകരണം കൊടുക്കില്ലേ? അതിഗംഭീരമായ സ്വീകരണം കൊടുക്കും. ഒരുപാട് ചക്രങ്ങളും അവാർഡുകളും പൊന്നാടുകളും എല്ലാം അണിയിച്ച് അയാളെ ആദരിക്കും. ഇയാളിപ്പോ എന്താ ചെയ്തത്? 100 പേരെ കൊന്നു വന്നതാണ്. നാട്ടിൽ ലീവിന് വന്ന പട്ടാളക്കാരൻ അയൽക്കാരനുമായിട്ട് അതിർത്തി തർക്കം ഉണ്ടായിട്ട് അയാളെ ഒരു കത്തിയെടുത്ത് കുത്തിക്കൊന്നു. നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ചക്രം കൊടുക്കുമോ? ഒരാളെ കൊന്നപ്പോൾ ചിലപ്പോൾ കോടതി തൂക്കുകയർ കൊടുക്കും. 100 പേരെ കൊന്നപ്പോൾ നമ്മളിവിടെ ചക്രം കൊടുത്ത് ആദരിച്ചു. കൊന്നതാണോ പ്രശ്നം? എന്തിനു വേണ്ടി കൊന്നു എന്നതാണോ പ്രശ്നം? കൊന്നതല്ല പ്രശ്നം, നിങ്ങൾ എന്തിനു വേണ്ടി കൊന്നു എന്നതാണ് പ്രശ്നം. രാജ്യത്തെ സംരക്ഷിക്കുവാൻ, ജനതയെ സംരക്ഷിക്കുവാൻ, രാഷ്ട്രത്തിന്റെ ചിരപുരാതന സംസ്കാരത്തെ, പാരമ്പര്യത്തെ സംരക്ഷിക്കുവാൻ സൈനികന് ആയുധം കയ്യിലെടുക്കണം. 143 കോടി ജനങ്ങൾ, നിങ്ങളും ഞാനും അടക്കം ഇന്ന് രാത്രി സ്വൈരമായി ഉറങ്ങണമെങ്കിൽ 14 ലക്ഷം ഭാരതത്തിന്റെ സൈനികന്മാർ ഉറങ്ങാതിരിക്കണം. അവിടെ മനക്കരുത്തിലും അവിടെ കൈക്കരുത്തിലും അവിടെ ആയുധത്തിന്റെ കരുത്തിലുമാണ് രാഷ്ട്രത്തിന്റെ സുരക്ഷ. അതുകൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ പുതിയ ബജറ്റ് പ്രഖ്യാപിച്ചപ്പോഴും 6.2 ലക്ഷം കോടി രൂപ പ്രതിരോധത്തിന് വേണ്ടി നീക്കിവെച്ചു. നോക്കൂ, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ചൈനയും ബംഗ്ലാദേശും അയൽ രാജ്യങ്ങളായി നമുക്കില്ലായിരുന്നുവെങ്കിൽ ഭാരതത്തിന്റെ റോഡുകൾ സ്വർണം പൂശിയേനെ. സ്വതന്ത്ര ഭാരതം ഏറ്റവും കൂടുതൽ അതിന്റെ പണം നീക്കിവെച്ചത് ആയുധങ്ങൾ വാങ്ങുവാൻ, പ്രതിരോധത്തിനായിരുന്നു. കാരണം ഹിന്ദു ആരെയും ആക്രമിച്ചില്ല. അതിർത്തിക്കപ്പുറത്തേക്ക് ഒരിക്കൽ പോലും നാം നുഴഞ്ഞു കയറിയിട്ടില്ല. ആയിരക്കണക്കിന് ഭീകരന്മാർ ഭാരതത്തിൽ വന്ന് ട്രെയിനിലും വിമാനത്തിലും ബസ് സ്റ്റാൻഡുകളിലും ക്ഷേത്രങ്ങളിലും പൊട്ടിത്തെറിച്ചിട്ടും ഒരു ഹിന്ദുവും അങ്ങോട്ട് കയറി ചെന്ന് ഇന്ന് വരെ പൊട്ടിത്തെറിച്ചിട്ടില്ല. പക്ഷേ ഈ രാഷ്ട്രത്തെ, ഇതിന്റെ സനാതന ധർമ്മത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ നികുതി പണത്തിന്റെ 40% ഭാഗങ്ങൾ പ്രതിരോധത്തിന് വേണ്ടി, ആയുധങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കേണ്ടി വരുന്നു. പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കുക. നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ട് ഈ 4 രാജ്യങ്ങളില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യം എത്രമാത്രം സമാധാനത്തിലും ഐശ്വര്യത്തിലും പട്ടിണിയും ദാരിദ്ര്യവും ഒന്നുമില്ലാത്ത രാജ്യമായി മാറുമായിരുന്നു. ആ പട്ടിണിയെ, ദാരിദ്ര്യത്തെ ഇന്ന് തുടച്ചു നീക്കി 5ാം സ്ഥാനത്തേക്ക് ഭാരതം വന്നിട്ടുണ്ട്. അതിവേഗം ഭാരതം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നേപ്പാളുമായിട്ട് നമുക്കൊരു പ്രശ്നവുമില്ല, നമുക്ക് ഭൂട്ടാനുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. അവരെല്ലാം സഹോദര രാജ്യമായിട്ട്, ജ്യേഷ്ഠ രാജ്യമായിട്ട് ഭാരതത്തെ കാണുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഈ ഭാരതത്തിൽ ലയിക്കണമെന്നവർ ആഗ്രഹിക്കുന്നു. ഭാരതം അതിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഭാരതം അതിന്റെ പ്രഭാപൂരിതമായ പൂർവ്വകാലത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് 1528 തകർത്ത രാമക്ഷേത്രം നമുക്ക് തിരിച്ചു ലഭിച്ചിരിക്കുന്നു. അവിടെ വലിയ ചോദ്യങ്ങൾ ഉണ്ടായി. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? നിങ്ങൾക്ക് അയോധ്യയിലെ രാമക്ഷേത്രം 1 കിലോമീറ്റർ ഇപ്പുറത്ത് സ്ഥാപിച്ചാൽ എന്താ ഇപ്പൊ കുഴപ്പം? രാമൻ സർവ്വവ്യാപിയല്ലേ? അതെ, ഞങ്ങളൊരു അമ്പലം ഉണ്ടാക്കുന്നത് ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അമ്പലങ്ങളൊന്നും രാമനും കൃഷ്ണനും വേണ്ടിയിട്ടല്ല, ഭക്തന് വേണ്ടിയിട്ട്. ഭക്തനാണ് ദേവാലയങ്ങളെ പണിയുന്നത്. ഭൂമിക്കടിയിൽ എവിടെയും വെള്ളമുണ്ട്, പക്ഷെ കുടിക്കാൻ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നത് പോലെ ഈശ്വരൻ സർവ്വവ്യാപിയാണ്. ഈശ്വരനെ സംബന്ധിച്ച് അമ്പലങ്ങൾ ആവശ്യമില്ല. ഈശ്വരൻ കേവലം ഒരു വിഗ്രഹത്തിലോ കല്ലിലോ അല്ല. സർവചരാചരങ്ങളിലും ഈശാവസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തത്വമസി, അത് നിന്നിലും അഹം ബ്രഹ്മാസ്മി, അത് ഞാനുമാണ്. അണോരണീയാൻ, ഏറ്റവും ചെറുതിൽ ചെറുത് ഞാനാണ്. മഹതോ മഹീയാൻ, ഏറ്റവും വലുതിൽ വലുത് ഞാനാണ്. എല്ലാം ഞാൻ തന്നെ. ഈശാവസ്യമിതം, സർവ്വതിലും ഞാൻ തന്നെ. പഴുതാരയിലും പാമ്പിലും കീരിയിലും ചൊറിപ്പിടുവിലും കുയ്യാനയിലും ഞാൻ തന്നെ. നിന്നിലും എന്നിലും സർവചരാചരങ്ങളിലും ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ ആ ഈശ്വരൻ എന്തിനാണ് അമ്പലം? ഈശ്വരനല്ല അമ്പലം, അമ്പലം നമുക്കാ. എങ്കിൽ രാമന് ക്ഷേത്രം പണിയുമ്പോൾ നിങ്ങളുടെ ഈ ചെറുകോൽപ്പുഴ ടൗണിനടുത്തായിട്ട് 10 ഏക്കർ ഭൂമി ഒരാൾ നൽകിയിട്ട് പറയുന്നു, നാളെ നിങ്ങൾ മഹാവിഷ്ണുവിന് വേണ്ടി ഇവിടെ ഒരു അമ്പലം പണിയൂ. നാളെ അമ്പലത്തിന്റെ പണി തുടങ്ങാൻ പറ്റുമോ? പറ്റില്ല. വാസ്തുശാസ്ത്ര പ്രകാരം ഇത് അമ്പലത്തിന് യോഗ്യമായ ഭൂമിയാണോ എന്നാദ്യം കണക്കാക്കപ്പെടണം. തന്ത്രശാസ്ത്ര വിധി പ്രകാരം ഇവിടെ ദേവപ്രതിഷ്ഠ നടത്തുവാൻ കഴിയുമോ എന്ന് തന്ത്രിവര്യൻ പറയണം. ദേവപ്രശ്നത്തിലൂടെ
ദേവഹിതം എന്തെന്നറിയണം. നോക്കൂ, വാസ്തുശാസ്ത്രവും തന്ത്രശാസ്ത്രവും ദേവഹിതവും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കൊരിടത്ത് അമ്പലം പണിയാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മുടെ സഹോദര മതങ്ങളായ ഇസ്ലാം, ക്രൈസ്തവ മതവിഭാഗങ്ങൾക്ക് ആരാധന എന്ന് പറയുന്നത് ഒന്നിച്ചുള്ള സമയബന്ധിതമായ ആരാധനയാണ്. ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കണം, അതൊന്നിച്ച് നിസ്കരിക്കണം. അതിൻ്റെ സൗകര്യം പള്ളിക്കുള്ളിൽ വലിയ ഹാളാണ്. ഒരു പള്ളി എന്ന് പറയുമ്പോൾ ഇസ്ലാമിക പള്ളി വലിയൊരു ഹാളാണ്. അതിൻ്റെ ഉള്ളിൽ ഒന്നിച്ചു വരണം. ആളുകൾ നിറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ നിര റോട്ടിലേക്ക് നീണ്ടു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഹിന്ദുക്കൾ അമ്പലത്തിൽ പോകുന്നത് ആരാധനയ്ക്കല്ല, ദർശനത്തിനാണ്. ആരാധന വീട്ടിൽ നിന്ന് ചെയ്യാം. നമ്മൾ അമ്പലത്തിൽ പോകുന്നത് ഗുരുവായൂരപ്പനെ കാണാനാണ് പോകുന്നത്. അപ്പോൾ എത്ര മണിക്കൂർ ക്യൂ നിൽക്കണം? ശബരിമല അയ്യപ്പനെ കാണാൻ ചെന്നു 13, 14, 25 മണിക്കൂർ വരെ. ആരാധനയ്ക്കാണ് പോകുന്നത് എങ്കിൽ വീട്ടിൽ നിന്നും അയ്യപ്പനെ ആരാധിക്കാം. അയ്യപ്പനെ ദർശിക്കുവാൻ പോകുന്നു. അങ്ങനെ ദർശിക്കുവാനുള്ള കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് അയോധ്യയിലെ രാമക്ഷേത്രം 10 സെന്റിമീറ്റർ ഇടത്തോട്ട് മാറ്റാൻ പറ്റില്ല, 20 സെന്റിമീറ്റർ വലത്തോട്ടും മാറ്റാൻ പറ്റില്ല. അവിടെയാണ് രാമക്ഷേത്രം അവിടെ തന്നെ വേണമെന്ന് പറഞ്ഞത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. കെ മുഹമ്മദ് ഞങ്ങളുടെ ജില്ലക്കാരനാണ്. ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തെ കാണുവാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. കൃത്യമായ സ്വീകരണമൊക്കെ നൽകി അദ്ദേഹവുമായിട്ട് ചെറിയ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മേഖലാ കൺവീനർ പ്രസൻജി അദ്ദേഹം ചോദിച്ചു, അങ്ങ് RSS ആണോ? അപ്പോൾ പറഞ്ഞു, ഞാൻ RSSും അല്ല BJPയുമല്ല. പിന്നെ നിങ്ങളെന്താ ഹിന്ദുക്കൾക്ക് അനുകൂലമായത് ഈ റിപ്പോർട്ട് എഴുതി കൊടുത്തത്? ആര് പറഞ്ഞു താങ്കളോട് ഞാൻ ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ടാണ് എഴുതി കൊടുത്തത് എന്ന്? എന്നോട് സുപ്രീം കോടതി പറഞ്ഞത് അവിടെ കണ്ടത് എന്താണോ അത് നിങ്ങൾ എഴുതി വെക്കണം. അവിടെ കുഴിച്ചപ്പോൾ ഞാൻ കണ്ടത് രാമക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാണ്. അത് ഞാൻ കൃത്യമായിട്ട് കോടതിയെ ബോധിപ്പിച്ചു. കോടതിക്ക് കാര്യങ്ങൾ ബോധ്യം വന്നു. 5 ജഡ്ജിമാർ പരിശോധിച്ചു. അതിലൊരു മുസ്ലിം ജഡ്ജി ഉണ്ടായിരുന്നു. അവിടെ നടത്തിയ ഗന്നത്തിന്റെ റിപ്പോർട്ട് പ്രകാരം 100% അമ്പലത്തിന് മുകളിലാണ് ബാബരി മസ്ജിദ് പണിതത് എന്ന് ബോധ്യം വന്നപ്പോൾ ഞാൻ ആ റിപ്പോർട്ട് കൃത്യമായിട്ട് എഴുതി കൊടുത്തു. ഞങ്ങൾ 14 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 14 പേരും ഐക്യകണ്ഠേനയാണ് ഈ റിപ്പോർട്ട് എഴുതി കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ 2019 കോടതി 64 ഏക്കർ ഭൂമി ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്തു. നോക്കൂ, എല്ലാ ഈശ്വരീയ കാര്യങ്ങളും ഒന്നിച്ചു വന്ന് മുന്നോട്ടു പോകുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിന് ശാന്തിയെ പകരുവാൻ കഴിയണം. ഭാരതം ഇന്ന് ശാന്തമാണ്.